ആദ്യം നമ്മൾ ലൈനർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുക. എന്നിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആ ലിപ്പ് ഭയങ്കര എന്താ പറയുക ഒന്നും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഫസ്റ്റ് ലിപ്പ് ലൈനർ കൊണ്ട് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത, ഇപ്പോൾ എനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലിപ്സ്റ്റിക്കാണ്. മുഖം കഴുകി ലിപ്സ്റ്റിക് ഇട്ടാൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഞാൻ ഒഴിവാക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഫേവററ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ്. ഫിക്സിഡ് ഈ ബ്ലഷും ഈ ഒരു ലിപ്പും. ഇത് 01 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇത് പൊളിയാണ്. പൊന്നുസഖി എന്ന് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കിന് കൊടുക്കാം പൊന്നുസഖി എന്നുള്ള ഇത്. കാരണം ഇതിന് ഓൾമോസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ഇതെൻ്റെ പൊന്നാണ്. അതുകൊണ്ട് ഇത് പൊന്നുസഖി. നോർമലി എപ്പോഴും നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കിടക്കുമ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്ത് കിടക്കുക. പലരും മേക്കപ്പ് അങ്ങനെ അങ്ങ് കിടക്കും. അത് ഫേസിന് ഭയങ്കര പ്രോബ്ലമാണ്. ഫേസ് ഡാർക്കാവും, പിമ്പിൾസ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. അതേപോലെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് സ്റ്റീമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി പാക്ക് പറഞ്ഞുതരാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് ജ്യൂസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യുക. കുറച്ച് ഗോതമ്പ് പൊടിയും ആഡ് ചെയ്യുക. കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫേസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖത്ത് മാത്രമാണ് യൂസ് ചെയ്യുക. ഈ കഴുത്തിലേക്ക് ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല പാക്ക്. എപ്പോഴും നമ്മൾ മുഖം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ ഓഫ് ഏരിയയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഫേസിലേക്ക് ഇതാക്കിയിട്ട് ശേഷം ഒരുപാട് ഉണങ്ങരുത്. ലൈറ്റ് ഒന്ന് വലിയുന്ന ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത്, അതായത് ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തും ഈ ചുണ്ടിൻ്റെ ഈ അടിഭാഗമൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അവിടെ ബാഡ് കട്ട്സും വൈറ്റ് ഹെയർസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ് നല്ല സോഫ്റ്റ് ആവും, നല്ല വൈറ്റനിങ് ആവും. ഫേസ് നല്ല എന്താ പറയുക ഒരു ബ്രൈറ്റ് ആയിരിക്കും. പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ പോകണമെങ്കിൽ ഈ പാക്ക് ഇട്ട് പോകുകയാണെങ്കിൽ ഒന്നും കൂടെ ഫേസ് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോർമലി ഞാൻ ഹെയറിൽ ഇങ്ങനെ സ്ട്രൈറ്റനിങ് അങ്ങനെ ഒന്നും അധികം ചെയ്യാറില്ല. നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ കാച്ചിയ എണ്ണ ഒക്കെ വീട്ടിൽ നിന്ന് കാരണം ദുബായിലെ വെള്ളത്തിൽ പെട്ടെന്ന് മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന അലുവര, തുളസി, അതേപോലെ കറ്റാർ വാഴ അതൊക്കെ ഇട്ടുള്ള ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഉമ്മ ഉണ്ടാക്കുന്ന കാച്ചിയ എണ്ണ ഉണ്ട്. അത് യൂസ് ചെയ്യാറുണ്ട്. അത് എപ്പോഴും നമ്മൾ ഹെയറിൽ തേക്കരുത്. എപ്പോഴും ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ തേക്കുക. പിന്നെ എപ്പോഴും ഹെയർ വാഷ് ചെയ്യരുത്. ഒരു ആഴ്ചയിൽ 3-4 വട്ടം വാഷ് ചെയ്താൽ മതി. കാരണം ഒരുപാട് വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാം. അല്ലാണ്ട് എപ്പോഴും വാഷ് ചെയ്താലും മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. വാച്ച് എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് വാച്ച്, സ്പെക്സ് ഒക്കെ ഈവൻ എനിക്കാണെങ്കിലും ആഷിക്കാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വാച്ചിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. അതേപോലെ സ്പെക്സിലും ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക്.